വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻസ് ആണ് കേട്ടോ. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വൈറ്റമിൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയ ആയിട്ട് ക്ലാസ്സുകൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പുതിയ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. വൈറ്റമിൻസും അപര്യാപ്ത രോഗങ്ങളിൽ നിന്നാണ് കേട്ടോ. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളിൽ നിന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. നമുക്ക് നോക്കാം. വൈറ്റമിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് വൈറ്റമിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്? വൈറ്റമിൻസിനെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് ആദ്യമായിട്ട് വൈറ്റമിൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി വൈറ്റമിൻ എന്ന് പറയുന്ന പേര് നൽകിയത് ആരാണ്? കാസിമിർ ഫങ്ക് ആണ് വൈറ്റമിൻ എന്ന പേര് നൽകിയത്. വൈറ്റമിൻ എന്ന പേര് നൽകിയത്. അപ്പോൾ വൈറ്റമിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ്, വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമിർ ഫങ്ക്. ശരീരത്തിലെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ രാസസംയുക്തങ്ങളാണ് ജീവകങ്ങൾ. അപ്പോൾ ജീവകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിലെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ രാസസംയുക്തങ്ങളാണ് ജീവകങ്ങൾ. വൈറ്റമിൻസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഉൽപ്പാദിക്കപ്പെടുന്നില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ വഴിയാണ് ശരീരത്തിലേക്ക് ജീവകങ്ങൾ എത്തുന്നത്. അപ്പോൾ വൈറ്റമിൻസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഏത് വഴിയാണ് എത്തുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ വഴിയാണ് വൈറ്റമിൻസ് ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലേ. കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നതാണ് കോ എൻസൈംസ് എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജീവകങ്ങൾ വൈറ്റമിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ്. വൈറ്റമിൻ എന്ന പേര് നൽകിയത് കാസിമിർ ഫങ്ക് ആണ്. വൈറ്റമിൻ എന്ന പേര് നൽകിയത് ശരീരത്തിലെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ രാസസംയുക്തങ്ങളാണ് ജീവകങ്ങൾ. വൈറ്റമിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അത് ഇത് വഴിയാണ് ലഭിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ വഴിയാണ് ലഭിക്കുന്നത്. കോ എൻസൈംസ് എന്നറിയപ്പെടുന്ന എന്താണ്? വൈറ്റമിൻസ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ. കോ എൻസൈംസ് എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻസ് ആണ്. ഇനി ഈ വൈറ്റമിൻസ് ജീവകങ്ങൾ 2 തരത്തിലാണ് ഉള്ളത് അല്ലേ. എന്തൊക്കെയാണ്? ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? വൈറ്റമിൻ ബിയും സി ആണ് ജലത്തിൽ ലയിക്കുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്നതെന്നാണ് അടക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയാം കൊഴുപ്പ് ലയിക്കുന്നത് കേടാണ്. ശരീരത്തിന് കേടാന്ന് പറയാം അല്ലേ. കേടാ എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? കേടാ എന്നും കൂടെ പറയാം. അപ്പോൾ കേടാ വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ അടക്ക് അല്ലെങ്കിൽ വൈറ്റമിൻ കേടാ എന്ന് പഠിച്ചു വയ്ക്കാം. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സി ആണ്. കൊഴുപ്പ് ലയിക്കുന്ന ജീവകങ്ങളാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്. അപ്പോൾ ചില ജീവകങ്ങൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. അത് കൊഴുപ്പ് ലയിക്കുന്ന ജീവകങ്ങളാണ്. കൊഴുപ്പ് ലയിക്കുന്ന ജീവകങ്ങൾ മാത്രമാണ് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്നത്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ അമിതമായ അളവിൽ ഉണ്ടാകുമ്പോൾ അവ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ബിയും സി ആണ്. അത് കൂടുതലായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുക. കൊഴുപ്പിൽ ലയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഹാരത്തിലൂടെ എത്തിയിട്ട് സംഭരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എയുടെ അടക്കാണ് അല്ലെങ്കിൽ കേടാന്ന് പറയാം. ജലത്തിൽ ലയിക്കുന്നത് വൈറ്റമിൻ ബി സി ആണ്. പഠിച്ചു വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ വൈറ്റമിൻസിനെ കുറിച്ച് നോക്കാം. വൈറ്റമിൻ എ എന്ന് പറയുന്നതാണ് റെറ്റിനോളാണ്. വൈറ്റമിൻ എയുടെ നാമം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെറ്റിനോളാണ്. വൈറ്റമിൻ A1 എന്ന് പറയുന്നത് റെറ്റിനോളാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, അതിൻ്റെ അപര്യാപ്ത രോഗമാണ് നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? നിശാന്തത എന്ന് പറയാം. നിശാന്തത എന്നറിയപ്പെടുന്നത് എന്താണ്? നിശാന്തത എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനാണ്. അത് അപര്യാപ്ത രോഗമാണ് വൈറ്റമിൻ A1ൻ്റെ. ഇനി വൈറ്റമിൻ A2 എന്ന് പറയുന്നത് ഡീഹൈഡ്രോ റെറ്റിനോളാണ്. സിറോഫ്താൽമിയ, വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തന്നെയാണ് സിറോഫ്താൽമിയയും അതുപോലെ തന്നെ നിശാന്തതയും. സിറോഫ്താൽമിയ നിശാന്തതയാണ് ചോദിക്കാറ്. ഡീഹൈഡ്രോ റെറ്റിനോൾ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അത് ചോദിക്കാറ്. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് അറിയാമല്ലേ. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലേ.
വൈറ്റമിൻ എന്ന് പറയുന്നത് കണ്ണുകളുടെ ആരോഗ്യത്തിന് ശരിയായ ആവശ്യമായിട്ടുള്ള ജീവകമാണ്. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലേ. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകമാണ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. ചോദിക്കാറുണ്ട് പ്രോ വൈറ്റമിൻ എ. പ്രോ വൈറ്റമിനുള്ള എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് എന്താണ്? ബീറ്റ കരോട്ടിൻ ആണ്. ബീറ്റ കരോട്ടിൻ ആണ് പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണല്ലേ കരോട്ടിൻ എന്ന് പറയുന്നത്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന കരോട്ടിനാണ്. ഇലക്കറികൾ, പാൽ, തേൻ, ലിവർ ഓയിൽ എന്നിവയിലേക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇലക്കറികൾ, പാൽ, തേൻ, ലിവർ ഓയിൽ എന്നിവയിലേക്കാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മാർഗരറ്റ് ഡേവിസും എൽമർ മക്കലും കൂടിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള. അപ്പോൾ ഡിഗ്രി എക്സാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പേരും എല്ലാം പഠിക്കണം. അതല്ല ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് LDCQ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ നാമങ്ങൾ, ശാസ്ത്രീയ നാമങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന് ആരാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള എക്സാമിനൊന്നും അങ്ങനെ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും പഠിച്ച് വെക്കാം കേട്ടോ. ഡിഗ്രി പ്രിലിംസിനാണെന്നുണ്ടെങ്കിലും ശരി, ഡിഗ്രി മെയിൻസിനാണെന്നുണ്ടെങ്കിലും ശരി, അതുപോലെ തന്നെ +2 ലെവൽസ് ആണെങ്കിലും 10th മെയിൻസിന് ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടോ. അപ്പോൾ മാർഗരറ്റ് ഡേവിസ് എൽമർ മക്കലിലാണ് ഇത് കണ്ടുപിടിച്ചത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്ന ജീവകമാണ് അല്ലേ. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. നിശാന്തത, മാലക്കണ്ണ്, സീറോഫ്താൽമിയ എന്നൊക്കെ പറയുന്ന വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങളാണ്. നിശാന്തത, മാലക്കണ്ണ്, സീറോഫ്താൽമിയ. അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ എനെ കുറിച്ച് പറഞ്ഞത്? എന്തൊക്കെയാണ്? വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ A1 എന്ന് പറയുന്നത് റെറ്റിനോളാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൽ നിശാന്തത എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ A2 എന്ന് വെച്ചാൽ ഡീഹൈഡ്രോ റെറ്റിനോൾ അല്ലെങ്കിൽ സീറോഫ്താൽമിയയ്ക്ക് കാരണമായത് ഡീഹൈഡ്രോ റെറ്റിനോളാണ്. വൈറ്റമിൻ A2 ആണ്. വൈറ്റമിൻ A1 എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തതയ്ക്ക് കാരണമാകുന്നതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ്. കരളിലും ത്വക്കിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കരളിൽ ശേഖരിക്കപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ എ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റ കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ഇലക്കറികൾ, പാൽ, തേൻ, ലിവർ ഓയിൽ എന്നിവയിലൊക്കെ കാണപ്പെടുന്നുണ്ട്. മാർഗരറ്റ് ഡേവിസും എൽമർ മക്കലും കൂടിയിട്ടാണ് ഇത് കണ്ടെത്തിയത്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ എ. നിശാന്തത, മാലക്കണ്ണ്, സീറോഫ്താൽമിയൊക്കെയാണ് ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്നത് ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ആൽബർട്ട് ജോജിയാണ് കണ്ടുപിടിച്ചതാണ്. ആൽബർട്ട് ജോജിയാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്ന അല്ലേ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നതൊക്കെ എന്താണ്? വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതൊക്കെ ജീവകമാണ് വൈറ്റമിൻ സി. അത് കാരണമാണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി. നാരകവർഗത്തിൽപ്പെട്ട ഫലങ്ങളിലും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്നു. അതായത് നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വൈറ്റമിൻ സി ആണ്. നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ ഇത് നാരകവർഗത്തിൽപ്പെട്ട ഫലങ്ങളിലും പച്ചക്കറികളിൽ നിന്നും ലഭിക്കണം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കുന്നത് എന്താണ്? വൈറ്റമിൻ സി ആണ്. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന ജീവകമാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. പഠിച്ചു വയ്ക്കാം. ആൽബർട്ട് ജോജിയാണ് കണ്ടെത്തിയത്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ്. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം കഴുകിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ്. നാരകവർഗത്തിൽപ്പെട്ട ഫലങ്ങളിലും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്നു. നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, തക്കാളി, തണ്ണിമത്തൻ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ജീവകം കൂടിയാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈറ്റമിൻ സി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പാലിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം ചോദിക്കാറുണ്ട്. വൈറ്റമിൻ സിയെ കുറിച്ച് പറയുന്നതാണ്. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകം ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി പാലിലില്ല കേട്ടോ. ശരീരത്തിൽ ഇരുമ്പിനെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്. മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ജീവകം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്. കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ്? വൈറ്റമിൻ സി ആണ്.
ഓക്കെ. അപര്യാപ്ത രോഗം സ്കർവി, നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്ന അല്ലേ സ്കർവി. അപ്പം ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, സ്കർവി ചോദിക്കാറുണ്ട്. വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നു. കൃത്രിമമായിട്ട് നിർമ്മിച്ച ജീവകം കൂടിയാണ് വൈറ്റമിൻ സി. ജീവകം സിയുടെ അധികളവ് ദഹനമില്ലായ്മ, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ വൈറ്റമിൻ സിയുടെ അധിക അളവ് ദഹനമില്ലായ്മ, വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മുറിവുണങ്ങാൻ കാലതാമസം ഇതിൻ്റെ വൈറ്റമിൻ സിയുടെ അപര്യാപ്ത കാരണമാണ്. മുറിവുണങ്ങാനായിട്ട് കാലതാമസം വരുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ സിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കുറേ പറഞ്ഞില്ലേ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ അറിയപ്പെടുന്നു. അസ്കോർബിക് ആസിഡാണ് ശാസ്ത്രീയ നാമം. ചൂടാക്കുമ്പോഴും വേവിക്കുമ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻസ് ആണ്, അത് വൈറ്റമിനാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ കഴുകി മുറിച്ചതിന് ശേഷം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ്. നാരകവർഗ്ഗത്തിൽപ്പെട്ട ഫലങ്ങളിലും പച്ചക്കറികളിലാണ് ലഭിക്കുന്നത്. തണ്ണിമത്തൻ, നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക, തക്കാളിയിൽ നിന്ന് ലഭിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ഇനി പാലിൽ അടങ്ങിയിട്ടില്ലാത്ത ജീവകമാണ്. ശരീരത്തിൽ ഇരുമ്പിനെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം. കൃത്രിമമായി നിർമ്മിച്ച അതിജീവകം. അപര്യാപ്ത രോഗം സ്കർവി, നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ സിയുടെ അധിക അളവ് ദഹനമില്ലായ്മയും വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. മുറിവുണങ്ങാൻ കാലതാമസം വൈറ്റമിൻ സിയുടെ അപര്യാപ്തമാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വൈറ്റമിൻ ഡി പഠിക്കാം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ പഠിച്ചു, പിന്നെന്താണ് പഠിച്ചത്, വൈറ്റമിൻ സി പഠിച്ചു. ഇനി വൈറ്റമിൻ ഡി പഠിക്കാൻ പോകും കേട്ടോ. വൈറ്റമിൻ എ, സി, ഡി. ഓക്കെ, ഡി എന്ന് പറയുന്നതാണ് ശാസ്ത്രീയ നാമം എന്താണ്, കാൽസിഫെറോൾ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ഈ കാൽസിഫെറോൾ തന്നെ കിട്ടിയാൽ അതിൻ്റെ പോയിന്റ്സ് ഫുള്ളും കിട്ടും കേട്ടോ. ഇനി വൈറ്റമിൻ D2 എന്ന് പറയുന്നതിന് എർഗോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ D3 എന്ന് പറയുന്നത് കോളോ കാൽസിഫെറോൾ ആണ് കേട്ടോ. വൈറ്റമിൻ D2 എർഗോ കാൽസിഫെറോൾ എന്നും വൈറ്റമിൻ D3 കോളോ കാൽസിഫെറോൾ എന്നും അറിയപ്പെടുന്നു. സൺഷൈൻ വൈറ്റാമിൻ എന്നറിയപ്പെടുന്ന ഇതാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഇതാണ്, വൈറ്റമിൻ ഡി ആണ്. കാരണം സൺഷൈൻ വൈറ്റാമിൻ എന്നറിയപ്പെടുന്നു. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണ് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു, സൺഷൈൻ വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഡി ആണ്. സൂര്യനിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യത്തിൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഡി. അതൊക്കെ ചോദിക്കാറുണ്ടല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സസ്യങ്ങളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ്. പല്ലിനും എല്ലിനും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമായ ജീവകമാണ്. വൈറ്റമിൻ ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ്. അപ്പോൾ പല്ലിനും എല്ലിനും വളർച്ചയ്ക്ക് സഹായകമായ ജീവകം, ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം, വൈറ്റമിൻ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ്. അപര്യാപ്ത രോഗങ്ങൾ നോക്കുകയാണെങ്കിലോ, കുട്ടികളിൽ കണ റിക്കറ്റ്സ് അറിയപ്പെടുന്നില്ലേ. റിക്കറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. മുതിർന്നവരിൽ ഓസ്റ്റിയോപെറോസിസ് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഡിയുടെ മുതിർന്നവരിലാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. മീൻ, പാല്, മത്സ്യ എണ്ണ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. പാല്, മത്സ്യം, എണ്ണ എന്നിവയിൽ ലഭിക്കുന്നതാണ് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ D2 എർഗോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നു. വൈറ്റമിൻ D3 കോളോ കാൽസിഫെറോൾ ആണ്. സൺഷൈൻ, സ്റ്റിറോയിഡ്, ആൻറ്റി റിക്കറ്റീവ് വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നു. സൂര്യനിലെ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ്. പല്ലിനും എല്ലിനും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യാവശ്യമായ ജീവകം. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം. ഇനി അപര്യാപ്ത രോഗങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികളിൽ കണ റിക്കറ്റ്സ്, മുതിർന്നവരിൽ ഓസ്റ്റിയോപെറോസിസ്, മീൻ, പാൽ, മത്സ്യ എണ്ണ എന്നിവയിൽ നിന്ന് ലഭിക്കുന്നു. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്, വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ ആണ്. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഏതാണ്, കൊഴുപ്പിൽ ലയിക്കുന്നതാണോ മറ്റേത് ലയിക്കുന്നത്, ജലത്തിൽ ലയിക്കുന്നതാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഏതാണ്, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ കേടാ അല്ലേ, നമ്മൾ കേടാന്നല്ലേ പഠിച്ചത്, അപ്പോൾ അതിൽ വൈറ്റമിൻ ഇ ആണ്, കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഓക്കെ, ഇനി ശാസ്ത്രീയ നാമം എന്താണ്, ടോക്കോഫെറോൾ ആണ്. ശാസ്ത്രീയ നാമം എന്താണ്, ടോക്കോഫെറോൾ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, വൈറ്റമിൻ എ പഠിച്ചു, വൈറ്റമിൻ സി പഠിച്ചു, വൈറ്റമിൻ ഡി പഠിച്ചു, ഇനി വൈറ്റമിൻ ഇ ആണ് പഠിക്കാൻ പോകുന്നത്. ശാസ്ത്രീയ നാമം ടോക്കോഫെറോൾ എന്ന് പറഞ്ഞു. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ,
ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇനെയാണ്. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ ഇ ആണ്. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളർച്ചയെ സ്വാധീനിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളർച്ചയെ സ്വാധീനിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളർച്ചയെ സ്വാധീനിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ മുട്ടയുടെ മഞ്ഞയിൽ നിന്ന് ലഭിക്കുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ജീവകം ഇമ്പോർട്ടൻ്റ് പഠിച്ചു വയ്ക്കുക. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ജീവകം വൈറ്റമിൻ ഇ ആണ്. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളർച്ചയെ സ്വാധീനിക്കുന്ന ജീവകം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. ബ്യൂട്ടി വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ജീവകം. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളർച്ചയെ സ്വാധീനിക്കുന്ന ജീവകം. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, വന്ധ്യത, അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ജീവകം മുട്ടയുടെ മഞ്ഞയിൽ നിന്നും ലഭിക്കുന്ന ജീവകം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്കിനോൺ. ഫില്ലോക്കിനോൺ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ് ചോദിക്കാറുണ്ട്. ഫില്ലോക്കിനോൺ വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമമാണ്. കണ്ടെത്തിയ വ്യക്തി ഹെൻറിക് ഡാം ആണ്. ജീവകം കെ കണ്ടുപിടിച്ചത് ഹെൻറിക് ഡാം ആണ്. ഓക്കെ. K1 ഫില്ലോക്കിനോൺ, ഫീറ്റോനഡിയോൺ എന്നൊക്കെ അറിയപ്പെടുന്നു. K2 മിനക്കിനോൺ എന്നൊക്കെ അറിയപ്പെടുന്നു. ഫില്ലോക്കിനോൺ ആണ് ഇതിൽ കൂടുതലും ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. വൈറ്റമിൻ കെയുടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫില്ലോക്കിനോൺ പഠിച്ചു വയ്ക്കുക. കൊയാഗുലേഷൻ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. അത് കാരണം എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ ആണ്. അപര്യാപ്ത രോഗം എന്താണ്? ഹീമോഫീലിയ എന്ന് വെച്ചാൽ ബ്ലഡ് ഇങ്ങനെ ഒഴുകി നിലയ്ക്കാത്ത അവസ്ഥയാണ്. ഏതാണ്? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കുന്നില്ല. അപ്പോൾ അതാണ് അപര്യാപ്ത രോഗം. ഹീമോഫീലിയാണ്. ലോക ഹീമോഫീലിയ ദിനം ചോദിക്കാറുണ്ട്. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. വൻകുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൻകുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ ആണ്. കാബേജ്, കോളിഫ്ലവർ, ചീര തുടങ്ങിയ ഇലക്കറികൾ, മുട്ട, മീൻ, ഇറച്ചി എന്നിവയിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. കേബേജ്, ചീര, കോളിഫ്ലവർ തുടങ്ങിയ ഇലക്കറികൾ, മുട്ട, മീൻ, ഇറച്ചി എന്നിവയിലൊക്കെ കാണപ്പെടുന്നതാണ് വൈറ്റമിൻ കെ ആണ്. അപ്പോൾ വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ ആണ് ശാസ്ത്രീയ നാമം. K1 എന്ന് പറയുന്നത് ഫില്ലോക്കിനോൺ, K2 എന്ന് പറയുന്നത് മിനാക്കിനോൺ ആണ്. അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ ആണ്. അപര്യാപ്ത രോഗം ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. വൻകുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഇമ്പോർട്ടൻ്റ് ആണോ? വൻകുടലിൽ കാണപ്പെടുന്നത് കേബേജ്, ചീര, കോളിഫ്ലവർ തുടങ്ങിയ ഇലക്കറികളിൽ, മുട്ട, മീൻ, ഇറച്ചി എന്നിവയിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം B1 എന്ന് പറയുന്നത് അല്ലേ. ബി എന്ന് പറയുന്നത് കുറച്ച് ടേംസ് ആയിട്ടാണ്. B12 വരെയുണ്ട്. ഏതൊക്കെയാണ്? B1, B2, B2, B3, B5, B6, B7, B9, B12 എന്ന് പറയുന്ന കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് തയാമിൻ ഉണ്ടോ? ശാസ്ത്രീയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തയാമിനാണ്. വൈറ്റമിൻ B1 തയാമിൻ. ഇനി എന്താണ് അപര്യാപ്ത രോഗം? ബെറി എന്ന് പറയുന്ന അസുഖം ഉണ്ടോ? കാർബോഹൈഡ്രേറ്റ്, ഊർജ്ജം എന്നിവയിലൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിനെ ഊർജ്ജമാക്കി മാറ്റുന്നതൊക്കെ എന്താണ്? വൈറ്റമിൻ B1 ആണ്. അപ്പം വൈറ്റമിൻ B1ൻ്റെ അപര്യാപ്ത രോഗം എന്നാണ് പറയുന്നത്? ബെറി ആണ്. തയാമിനാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കൂടുതലായിട്ടും നേത്രരോഗങ്ങളാണ് ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. നേത്രരോഗങ്ങളാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B2 നമ്മൾ പറഞ്ഞു റൈബോഫ്ലോവിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പാൽ മഞ്ഞ നിറം അതിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലാതാകുന്ന വൈറ്റമിൻ B2 ആണ്. അപ്പോൾ പാലിന് മഞ്ഞ നിറം നൽകുന്നതാണെങ്കിലും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലാതാകുന്ന വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B2 റൈബോഫ്ലോവിൻ എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ B2യുടെ അപര്യാപ്ത രോഗങ്ങൾ നേത്രരോഗങ്ങളാണെന്നും പഠിച്ചു വയ്ക്കുക. ഓക്കെ.
ഓക്കെ, വൈറ്റമിൻ B3 എന്നറിയപ്പെടുന്നതാണ് നിയാസിൻ നിക്കോട്ടിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വൈറ്റമിൻ B3 വൈറ്റമിൻ B3 നിയാസിൻ നിക്കോട്ടികനിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. നിക്കോട്ടികനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ B3 ആണ്. പെല്ലഗ്രിയാണ്. അപര്യാപ്ത രോഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പെല്ലഗ്രിയാണ് കേട്ടോ. പെല്ലഗ്രിയാണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള മറുമരുന്ന് പറയുന്നത് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻസ് ആണ്. അപ്പോൾ പെല്ലഗ്രിയാണ് കേട്ടോ ഇതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ രണ്ട് ടേബിളാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കൂടുതലായിട്ടും ചോദിക്കുന്ന ഈ രണ്ട് ഇതാണ്, അതായത് അപര്യാപ്ത രോഗങ്ങളും അതുപോലെ തന്നെ രാസനാമമാണ് ചോദിക്കുന്നത്. ഇനി വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓർമ്മക്കുറവാണ് കൂടുതലായിട്ടും ഇതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത് കേട്ടോ. ഓർമ്മക്കുറവാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഓർമ്മക്കുറവ്, പരസ്റ്റേഷൻ എന്നൊക്കെ പറയും. ഇനി സൂചി കുത്തുന്ന പോലുള്ള അനുഭവമൊക്കെയാണ് ഇത് ഉണ്ടാവുന്നതാണ്. സൂചി അല്ലെങ്കിൽ കുത്തുന്ന അനുഭവമാണ് വൈറ്റമിൻ B5 ഉണ്ടാകുക. ഓക്കെ, വൈറ്റമിൻ B6 എന്ന് പറയുന്നത് പിരിഡോക്സിസ് ഡെർമറ്റൈറ്റിസ് ആണ്. ഡെർമറ്റൈറ്റിസ് ആണ് അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ. B6ൻ്റെ ഡെർമറ്റൈറ്റിസ്. ഓക്കെ, ആൻറ്റിബോഡി നിർമ്മാണം അതുപോലെ തന്നെ നെർവ് ഫംഗ്ഷൻസിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഡെർമറ്റൈറ്റിസ് ആണ് ഇതിൻ്റെ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. പിരിഡോക്സിൻ എന്നാണ് B6 അറിയപ്പെടുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് B7. ബയോട്ടിൻ അറിയപ്പെടുന്ന വൈറ്റമിൻ ചോദിക്കാറുണ്ട്. B7 ആണ്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ഇതാണ് വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ഏതാണ് ഹോർമോൺ എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന വൈറ്റമിൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. വൈറ്റമിൻ B7 ആണ്. ബയോട്ടിൻ എന്നാണ് അറിയപ്പെടുന്നത്. പേശീവേദനയാണ് ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. പേശീവേദന, ഡെർമറ്റൈറ്റിസ്, പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെയുണ്ട്. അപ്പോൾ പേശീവേദനയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. എലിസ ടെസ്റ്റിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വൈറ്റമിൻ B7 വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B7 ആണ്. ഓക്കെ, പഠിച്ചിരിക്കുക. വൈറ്റമിൻ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് എന്നാണ് രാസനാമം എന്ന് പറയുന്നത്. ഫോളിക് ആസിഡ് ഉണ്ടോ? വൈറ്റമിൻ B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ്. അതായത് വിളർച്ച, അനീമിയ, മെഗ്ലോബിസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്. അനീമിയ, വിളർച്ചയ്ക്ക് വരുന്നത് കൂടുതൽ അപര്യാപ്ത രോഗങ്ങളാണ് വൈറ്റമിൻ B9. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം അതുപോലെ തന്നെ DNA സിന്തസിസിനൊക്കെയാണ് സഹായിക്കുന്നത്. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും DNA സിന്തസിസിനൊക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ B9 ആണ്. ഓക്കെ, വൈറ്റമിൻ B12 എന്ന് പറയുന്നതാണ് സൈനോകൊബാലമിൻ ആണ്. സൈനോകൊബാലമിൻ എന്നറിയപ്പെടുന്നത് അല്ലെ വൈറ്റമിൻ B12 സൈനോകൊബാലമിൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് വൈറ്റമിൻ B12നെ കുറിച്ച് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെർമറ്റൈറ്റിസ്, പെർണീഷ്യസ് അനീമിയ ഒക്കെ ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങളാണ്. പെർണീഷ്യസ് അനീമിയ, ഡെർമറ്റൈറ്റിസ് ഒക്കെ ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങളാണ്. മഴവെള്ളത്തിൽ കൊബാൾട്ട് അടങ്ങിയിരിക്കുന്നു. മഴവെള്ളത്തിൽ എന്തുണ്ട്? കൊബാൾട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ കൊബാൾട്ടൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന നമ്മൾ പറഞ്ഞു. വൈറ്റമിൻ B12 എന്ന് പറയുന്ന ഇതിലാണ് വൈറ്റമിൻസിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ B1 മുതൽ B9, 12 വരെ പഠിച്ചു വയ്ക്കാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് വൈറ്റമിൻ H എന്ന് പറയുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B7 ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ അപര്യാപ്ത രോഗങ്ങളും അതുപോലെ തന്നെ എന്താണ് ജീവകങ്ങളും അപര്യാപ്ത രാസനാമങ്ങളൊക്കെ പഠിച്ചു വയ്ക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗം SCERT പാഠഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കൊഴുപ്പ് ലയിക്കുന്നവ ഏതൊക്കെ നോക്കാം. നമുക്കറിയാം ഇതിനൊരു കോഡ് പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വൈറ്റമിൻ കേടാന്ന് പഠിച്ചാൽ മതി കേട്ടോ. കൊഴുപ്പ് ലയിക്കുന്നത് കേടാണ്. കൊഴുപ്പ് ലയിച്ചാൽ അതെന്താണ്? കേടാണ്. നമ്മുടെ ശരീരത്തിന് കേടാണെന്ന് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റമിൻസ് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് കിട്ടും. അതായത് കേടാന്ന് വെച്ചാൽ എന്ത് കിട്ടും? കെ എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എന്നിവയൊക്കെ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവ കേടാന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്ന് അല്ലെങ്കിൽ അടക്കുന്ന് പഠിക്കാം കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്? കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്നവ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നോക്കിയേ, എന്തിനാണ് സഹായിക്കുന്നത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് എന്ത് സഹായിക്കുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എ സഹായിക്കുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സഹായിക്കുന്നത് എന്തിനാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നതോ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. വൈറ്റമിൻ ഇ സഹായിക്കുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യം. ഇനി വൈറ്റമിൻ കെ എന്ന് സഹായിക്കുന്നു. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് അല്ലേ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ കേടാന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ കെ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ എ എന്താണെന്ന് പറഞ്ഞു?
കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് ഇത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ എ ഉള്ള സസ്യങ്ങൾ ഏത് ഭക്ഷണങ്ങളിലൊക്കെയാണുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. വൈറ്റമിൻ ഏത് ചോദിക്കണ്ട. ഞാൻ ഇതുപോലെ തന്നെ ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലുള്ള ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭക്ഷ്യവസ്തുക്കളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ക്യാരറ്റ് നൽകിയിട്ടുണ്ടായിരിക്കില്ല, അതിന് പകരം ചിലപ്പം വേറെ ഏതെങ്കിലും പഴങ്ങൾ, നെല്ലിക്കയോ മുരിങ്ങയിലൊക്കെയോ നൽകിയിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് ഇത് ശരിയാണെന്നൊക്കെ ചോദിക്കാം സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില അല്ലെ, ഇലകളൊക്കെ കൂടുതലായിട്ട് വരുന്നത് വൈറ്റമിൻ എയിലാണ്. ഇനി വൈറ്റമിൻ ഡി നമ്മൾ പറഞ്ഞല്ലോ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് എന്താണ്? വൈറ്റമിൻ ഡി ആണ്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതും വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതും വൈറ്റമിൻ ഡി ആണ്. ഇനി വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സസ്യ എണ്ണകളിലാണ് കൂടുതലായിട്ട്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഉള്ളത് സസ്യ എണ്ണകളിലാണ്. ഇനി വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ കെ ഉള്ളത്. കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാബേജ്, കോളിഫ്ലവർ, ചീര അല്ലേ, അതൊക്കെ മുറിവുണ്ടാക്കുമ്പോൾ രക്തം കട്ട പിടിക്കാനാണ് സഹായിക്കുന്നത്. ഇനി വൈറ്റമിൻ ബി സി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ബിസി എന്ന് പറയുന്നത് വെള്ളം ബിസിയാണ് അല്ലേ, ജലം എപ്പോഴും ബിസിയാണ്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ബി സി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം. അപ്പോൾ വൈറ്റമിൻ ബി വരുന്നത് എന്തിനൊക്കെയാണ്? ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെയും നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് വൈറ്റമിൻ ബി സഹായിക്കുന്നുണ്ട്. ഇനി എന്തിലൊക്കെയാണ് വൈറ്റമിൻ ബി ഉള്ളത്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ ബി ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ബി എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് വൈറ്റമിൻ ബി ആണ്. ഇനി വൈറ്റമിൻ ബി എന്ന് പറയുന്നത് എന്തിലൊക്കെയാണുള്ളത്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെയാണുള്ളത്. ഇനി വൈറ്റമിൻ സി എന്ന് വെച്ചാൽ എന്താണ്? വൈറ്റമിൻ സി ഉള്ളത് ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെയാണ് വൈറ്റമിൻ സി സഹായിക്കുന്നത്. എന്തിലൊക്കെയാണ്? അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ സിയിൽ ഏതിലൊക്കെയാണുള്ളത്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ സി ഉണ്ട് അല്ലേ. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? വൈറ്റമിൻ കേടാന്ന് പറയുന്നതാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. വൈറ്റമിൻ എയിലുള്ളതാണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ. പിന്നെ എന്തൊക്കെയാണ്? കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിലൊക്കെ വൈറ്റമിൻ എ ഉണ്ട്. ഇനി കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ എ സഹായിക്കുന്നത്. വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ്. പാലുൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എല്ലിലും പല്ലിനൊക്കെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് ലഭിക്കുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കാബേജ്, കോളിഫ്ലവർ, ചീര എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ കെ ഉള്ളത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. ഇനി നമ്മൾ പറഞ്ഞു വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ബി സി. ബി സി എന്ന് പറയുന്നത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിനും നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും എന്നിവയ്ക്കാണ് സഹായിക്കുന്നത്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാല്, ചേമ്പില എന്നിവയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞു? വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലൊക്കെയാണ് വൈറ്റമിൻ സി ഉള്ളത്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ സി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വേവിക്കുമ്പോൾ നശിക്കപ്പെടുന്ന വൈറ്റമിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി ആണ് കേട്ടോ. വേവിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ നശിക്കപ്പെടുന്നതൊക്കെ വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നമുക്കറിയാലേ, വൈറ്റമിൻ എ കുറവ് കൊണ്ടാണ് കണ്ണിനായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കണ്ണ്, ത്വക്ക്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനാണ് സഹായിക്കുന്നത്. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ, ഗ്ലോക്കോമ, സിറോപ്താൽമിയ, നിശാന്തത എന്നിവയൊക്കെ എന്തുകൊണ്ടാവാം? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് ഉണ്ടാകാം. ഇനി മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ശരീരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? മോണയ്ക്ക് വൈറ്റമിൻ സി ആണല്ലേ. വൈറ്റമിൻ സി ആണ് ത്വക്കിനും പല്ലിനും മോണയ്ക്കൊക്കെ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. ഇനി ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പ് നന്നായി കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നന്നായി ഊർജ്ജം പ്രദാനം ചെയ്യാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പോൾ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചെറുതായിട്ട് ഊർജ്ജം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും എന്താവശ്യമാണ്? കൊഴുപ്പ് ആവശ്യമാണ്.
ഇനി ഏതെല്ലാം അതുപോലെ തന്നെ ഈ നമ്മളുടെ വൈറ്റമിൻസ് ഒക്കെ ലയിക്കുന്നത് ചില കൊഴുപ്പുകളിൽ മാത്രമാണ്. അപ്പോൾ ഈ കൊഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ വൈറ്റമിൻസ് ഒക്കെ ലയിക്കാണ്ട് കിടക്കും അല്ലേ. അതുപോലെ തന്നെ ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? ബിസിയാന്ന് പറഞ്ഞു അല്ലേ, വൈറ്റമിൻ ബി, സി ആന്ന് പറഞ്ഞു. ആഹാര വസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. എന്തിനാണിത്? കാരണം എന്താണ്? നമ്മളുടെ ബോൺസിന് സഹായിക്കുന്നതിന് വേണ്ടി, എല്ലിനെയും പല്ലിനെയൊക്കെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്, ജീവകങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ് വരുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകും. അതിനാൽ അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇത് പഴങ്ങൾ പച്ചക്കറികളൊക്കെ എന്താണ്, നമ്മൾ അടച്ച് വെച്ച് വേവിച്ചില്ല എന്നുണ്ടെങ്കിൽ നീരാവിയോടൊപ്പം അത് പുറത്തു പോയാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അല്ലേ. നെക്സ്റ്റ് പറയുന്നത് ധാതു ലവണങ്ങളാണ്. മിനറൽസ് ആണ് പറയുന്നത് കേട്ടോ. മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മിനറൽസിനെ കുറിച്ച് പറയാം. ഇലക്കറികൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വിളർച്ചയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇരുമ്പ് എന്ന് വെച്ചാൽ എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിനെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇരുമ്പാണ്. ഇരുമ്പ് എന്ന് പറയുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിനെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഏതിലൊക്കെയാണുള്ളത്? ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞില്ലേ, മുതിര അതുപോലെ തന്നെ ഇലക്കറികളിലൊക്കെ വൈറ്റമിൻ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഇരുമ്പും എന്തിലുണ്ട്? ഇലക്കറികളും മത്തൻകുരും, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ ഇടാം. ഈ നെക്സ്റ്റ് പറയുന്നത് കാൽസ്യം ഫോസ്ഫറസ് ആണ്. കാൽസ്യം ഫോസ്ഫറസ് നമ്മൾ പറഞ്ഞില്ലേ, എല്ലിൻ്റെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനാണ് കാൽസ്യം ഫോസ്ഫറസ് സഹായിക്കുന്നത്. നമ്മൾ ഏത് വൈറ്റമിനാണ് പറഞ്ഞത്? വൈറ്റമിൻ സി. വൈറ്റമിൻ ഏതായിരുന്നു പറഞ്ഞത്? വൈറ്റമിൻ ഡി അല്ലേ പറഞ്ഞത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും അതുപോലെ തന്നെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കാൽസ്യം ഫോസ്ഫറസ് ആണ്. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? ഫോസ്ഫറസ് ഉണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് അയഡിൻ, സോഡിയമാണ്. സോഡിയം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നതാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്ന മൂലകം ഏതാണ്? സോഡിയമാണ്. ഇനി ഏതിലാണുള്ളത്? കറിയുപ്പിലാണുള്ളത്. കറിയുപ്പിലാണ് സോഡിയം ഉള്ളത്. ഇനി അയഡിൻ വെച്ച് എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും എന്ത് സഹായിക്കുന്നുണ്ട്? അയഡിൻ സഹായിക്കുന്നുണ്ട്. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത് ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെ എന്താണുള്ളത്? അയഡിനാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇരുമ്പ് എന്ന് വെച്ചാൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? ഇരുമ്പാണ്. ഇനി കാൽസ്യം ഫോസ്ഫറസ് ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട്. ഏത്തപ്പഴം, പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ എന്താണ്? കാൽസ്യം ഫോസ്ഫറസ് ഉണ്ട്. ഇനി സോഡിയം കറിയുപ്പിലാണുള്ളത്. അത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതാണ് ചെയ്യുന്നത്. ഇനി അയഡിൻ എന്ന് വെച്ചാൽ എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത് ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലൊക്കെ എന്തുണ്ട്? അയഡിൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇത്രയൊക്കെയാണ് എന്ത് വരുന്നത്? നമ്മളുടെ ധാതു ലവണങ്ങളെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് പോഷകാപര്യാപ്ത രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പോഷകഘടകങ്ങളുടെ അപര്യാപ്ത ശരീരവളർച്ച മുരടിക്കുന്നതിനും പല രോഗങ്ങൾക്ക് ഉണ്ടാകുന്നതിനും കാരണമാകും. ഇത്രയും രോഗങ്ങളെയാണ് പോഷകാപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീരവളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്രയും രോഗങ്ങളെയാണ് പോഷകാപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓരോ വൈറ്റമിൻസിൻ്റെ കുറവും ഓരോ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ എന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്നതാണ്. നിശാന്തത എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ എന്ത് കാണില്ല? കണ്ണ് കാണാനായിട്ട് കഴിയില്ല. ഇനി വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗമാണ് വായ്പുണ്ണ്. വായ്പുണ്ണ് വെച്ചാൽ വായിൽ വ്രണങ്ങളാണ് കേട്ടോ. വൈറ്റമിൻ സി സ്കർവിയാണ് അപര്യാപ്ത രോഗം. ഇമ്പോർട്ടൻ്റ് ആണ്. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഏതിൻ്റെ കുറവാണ്? വൈറ്റമിൻ സിയുടെ കുറവ്. വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പ് അനീമിയ, രക്തക്കുറവ്, വിളർച്ച. ഇനി അയഡിൻ്റെ കുറവ് ഗോയിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? തൊണ്ടയിൽ മുഴയാണ് അല്ലേ. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവ് നിശാന്തത, വൈറ്റമിൻ ബി വായ്പുണ്ണ്, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി ഇരുമ്പ് അനീമിയ, അയഡിൻ ഗോയിറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.